ഹായ്. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ചക്കപ്പഴം വെച്ചൊരു ബോണ്ടയാണേ. 10 അല്ലി ചക്കപ്പഴം എടുത്തിട്ടുണ്ടേ. നല്ല മധുരമുള്ള ചക്കപ്പഴമാണ് കേട്ടോ. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ആക്കാമേ. ഇതിലേക്ക് 2-3 ഏലക്കയും ചേർത്ത്, അതിലേക്ക് ഞാൻ മധുരത്തിന് ചേർക്കുന്നത് കരിപ്പൊട്ടിയാണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. പഞ്ചസാരയോ പിന്നെ ശർക്കരയോ എന്താണെന്ന് വെച്ചാൽ ചേർക്കാം കേട്ടോ. ഞാനിവിടെ നോക്കിയപ്പം കരിപ്പൊട്ടി ഇരിപ്പുണ്ടായിരുന്നു. കരിപ്പൊട്ടിയാണ് ചേർക്കുന്നത്. അരച്ചെടുത്തിട്ട് വരാമേ. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലേ. ഇതൊരു ബൗളിലേക്ക് ആക്കാമേ. ഒരു ബൗളിലേക്ക് ഗോതമ്പ് പൊടി എടുക്കാം ആവശ്യത്തിന്. ഇതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ മിക്സ് ചേർത്ത് ഇളക്കിയെടുക്കാം. സ്പൂണോ കൈയോ വെച്ച് യോജിപ്പിച്ചെടുക്കാമേ. ലാസ്റ്റ് ഈ മിക്സിയുടെ ജാറിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ച് അതും കൂടി ചേർത്തൊന്ന് നല്ല കണക്കിനൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കണ്ടോ, ഇതേ പരുവത്തിലെടുക്കണേ. ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാമേ. വേറൊരു ബൗളിലേക്കും കൂടെ വെള്ളം എടുക്കണേ. അതിലേക്ക് കൈ നനച്ചിട്ട് ഇതൊരു ഉരുളയാക്കി എടുക്കണേ. എന്നിട്ടിത് ഓയിലിലേക്കിട്ടേ തിരിച്ചും മറിച്ചും ഇട്ട് മുരിച്ചെടുക്കാം. എന്നുവെച്ചാൽ തീ ഫ്ലെയിം കുറച്ച് വയ്ക്കണേ, എന്നാലേ അതിന് ഉള്ളു ഭാഗം വേവത്തുള്ളൂ. കണ്ടോ, ചെറുതായിട്ട് ബ്രൗൺ കളറായി വരുന്നുണ്ടേ. തിരിച്ചും മറിച്ചും ഇട്ടേ മുരിച്ചെടുക്കണേ. ഇതാണ്ട് ആയി വന്നിട്ടുണ്ടേ. ഉണ്ടോ, നല്ല ടേസ്റ്റിയായ 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുവേ. ബായ്.